ഹലോ അപ്പെക്സിൻ്റെ നമ്മുടെ ഈ ഒരു ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഏകദേശം നമുക്കറിയാം അപ്പെക്സ് ടോക്കൺ ലിസ്റ്റ് ചെയ്ത ഒരു ടൈം 10 സെൻറ്റിലായിരുന്നു. ഇപ്പോൾ റേറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, കോയിൻസ് ബിറ്റിലേക്ക് $1 വന്നതായിരുന്നു. ഇപ്പോൾ എൽ ബാങ്കിൽ ലിസ്റ്റ് ചെയ്ത ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും ലോയിലേക്ക് വന്നിട്ടുണ്ട്. അത് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് എൽ ബാങ്കിൽ ടോട്ടൽ അവർ കൊടുത്തിട്ടുള്ളത് 1,25,000 അപ്പെക്സ് ടോക്കനാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഹെയർ ഡോപ്പ് വഴി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു ചാർട്ടിലൂടെ തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി നിൽക്കുന്നത് 0.22 ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ചാർജസ് ആയിട്ട് ഫീ വന്നിട്ടുണ്ട്. അതായത് 3 അപ്പെക്സ് ടോക്കനാണ് നമുക്ക് ചാർജസ് ആയിട്ട് ഫീ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി എല്ലാവരും അപ്പെക്സ് ടോക്കൺ വന്ന് പർച്ചേസ് ചെയ്യണം. അപ്പെക്സ് ടോക്കൺ ഓൾറെഡി നമുക്ക് അതിലേക്ക് മുന്നേ നമുക്കറിയാം നമുക്ക് USDT വിഡ്രോവൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അപ്പെക്സ് ടോക്കൺ വിഡ്രോവൽ ഉണ്ടായിരുന്നു. ആ അപ്പെക്സ് ടോക്കൺ വിഡ്രോവൽ ഉണ്ടാകുന്ന ടൈമിൽ അപ്പെക്സ് ടോക്കനായിട്ട് വിഡ്രോവൽ എടുത്ത ഒരുപാട് ആളുകളുണ്ട്. അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് തന്നെ അവർ കൊണ്ടുപോയിട്ട് സെല് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ ഹോൾഡ് ചെയ്ത് വെച്ച ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, എല്ലാവരും അപ്പെക്സ് ടോക്കൺ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും നാളെ മറ്റന്നാളോ എന്തായാലും നമ്മളെ ചാർജസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഹൈപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഹൈപ്പ് ഉണ്ടാകാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ലോയിൽ ഇപ്പോൾ വന്ന് കിടക്കുന്നത് 0.17 ഇപ്പോൾ കയറി 0.22 എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നല്ലൊരു ഹൈപ്പ് ആവും. എന്തായാലും $1 അടിക്കാൻ സാധ്യതയുണ്ട്. അത്രയും കസ്റ്റമേഴ്സ് എന്തായാലും പർച്ചേസ് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാൻ ഈ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഫേസ് 2 ഇപ്പോൾ നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത്, അപ്പെക്സ് ടോക്കൺ എക്സ്ചേഞ്ചിൽ നിന്ന് മേടിച്ച് നമ്മൾ ട്രസ്റ്റ് വാലറ്റിലോ അല്ലെങ്കിൽ മെറ്റാമാസ്കിലോ ഏതാണോ വാലറ്റ് അവിടെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നത്, നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 30% അപ്പെക്സ് ടോക്കൺ ആണ് എന്താവുന്നത്, ബേൺ ആയിട്ട് പോകുന്നത്. അത് നമ്മുടെ കയ്യിൽ നിന്ന് മാത്രമല്ല ബേൺ ആയിട്ട് പോകുന്നത്, ടോട്ടൽ സപ്ലൈയിൽ നിന്നാണ് ബേൺ ആയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ സംഭവിക്കാൻ പോകുന്നത് ടോട്ടൽ സപ്ലൈയിൽ നിന്ന് ബേൺ ആയിട്ട് പോകുമ്പോൾ ഒരുപാട് അപ്പെക്സ് ടോക്കൺ ഒരുപാട് കുറവായിട്ട് വരികയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരുപാട് ഈ ഒരു 3000 കോടി ടോക്കൺ ബേൺ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താ, ഇതിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ക്വാണ്ടിറ്റി കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഓക്കെ, അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്താ, നമ്മളെ ഈ ഒരു കോയിൻ്റെ റേറ്റ് എന്തായാലും നല്ലൊരു റേറ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു ക്യാൻഡിൽ ഞാൻ വാച്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് $1 എത്താൻ എന്തായാലും $0.5 മുകളിൽ എന്തായാലും ഇത് പോകും, 100% ഉറപ്പാണ്. അപ്പോൾ അതാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ ഈ ഒരു ക്യാൻഡിൽ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഏകദേശം ആ ഒരു ക്യാൻഡിലിൻ്റെ രൂപം, അതുപോലെ തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 0.17 നിന്ന് 0.22 അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് വന്നിട്ടുണ്ട്. അവിടുന്ന് താന്ന് 22 എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ഹൈപ്പാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് കാരണം ഞാൻ ഈ പറഞ്ഞ കാരണമാണ് എല്ലാവരും പോയി എൽ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ബിഗ് മാർട്ടിൽ നിന്നോ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ റേറ്റ് വർധനവ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എൽ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ബിഗ് മാർട്ടിൽ നിന്നോ ഈ ഒരു അപ്പെക്സ് ടോക്കൺ പർച്ചേസ് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ആവശ്യം വരുന്നതാണ്. അപ്പോൾ റേറ്റ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, അവിടെ അപ്പെക്സ് ടോക്കൺ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് അവിടെ മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ എല്ലാവരും അപ്പെക്സ് ടോക്കൺ എന്ത് ചെയ്യുക, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.